ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതിനിഷ്ഠൂരമായ ഹിന്ദു വംശഹത്യ, അതിനെതിരെ പ്രതികരിക്കാനും അതിനോട് ചെറുത്തു നിൽക്കുന്ന ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും ആണ് നമ്മൾ ഇന്നിവിടെ ഒന്നിച്ചു ചേർന്നിരിക്കുന്നത്. ഭാരതം മുഴുവനും, ലോകം മുഴുവനും, ഭാരത ഗവൺമെന്റും ഐക്യരാഷ്ട്രസഭയുമെല്ലാം ഈ വിഷയത്തിൽ തങ്ങളുടെ പ്രതികരണങ്ങൾ അറിയിക്കണമെന്ന് രാഷ്ട്രീയ സ്വയം സേവക സംഘം പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബംഗ്ലാദേശിലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾ അത് പല രീതിയിൽ നമ്മുടെ മുന്നിൽ ഇന്ന് പ്രത്യക്ഷത്തിൽ വന്നിട്ടുണ്ട്, അതിൻ്റെ വർണ്ണനകൾ. അതുകൊണ്ട് ആ സംഭവങ്ങളിലേക്ക് ഞാൻ അധികം കടക്കുന്നില്ല. പക്ഷേ ഇത് പുതിയതല്ല എന്നുള്ളതാണ്. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അധികാര മാറ്റത്തെ തുടർന്നുണ്ടായ എന്തോ പുതിയ സംഭവമാണ് എന്ന് നമ്മൾ ഈ വംശഹത്യയെ കരുതാൻ പാടില്ല. കാരണം ഇസ്ലാമിക അധിനിവേശ ശക്തികൾ ഭാരതത്തിന്റെ അതിർത്തി കടന്നു വന്ന കാലം മുതൽ അവർ കടന്നു വന്ന ഇടങ്ങളിലെല്ലാം ഇതുപോലെയോ ഇതിലും നിഷ്ഠൂരമായോ പൈശാചികമായോ ആക്രമണങ്ങൾ അവരുടെ വിശ്വാസത്തിനെതിരായി നിൽക്കുന്ന സമൂഹത്തിനെതിരെ അവർ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഭാരതത്തിൽ അതിന് ശരവ്യമായിട്ടുള്ളത് ഹിന്ദു സമൂഹമാണെന്ന് മാത്രം. ലോകത്തിന്റെ എല്ലാ സ്ഥലത്തും അവരുടെ ക്യാരക്ടർ അതാണ്. അതുകൊണ്ട് ആ കാലം മുതൽ അവർ നടത്തിയിട്ടുള്ള അക്രമങ്ങളുടെ, അവരുടെ പൈശാചികമായ ക്രൂരകൃത്യങ്ങളുടെയൊക്കെ ഫലമായി ഭാരതത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹിന്ദുക്കൾ പലായനം ചെയ്തിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അമ്മപെങ്ങന്മാർ അപമാനിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സംഭവങ്ങൾ ആ കാലം മുതൽ തുടർന്നു വരുന്നതാണ്. നമ്മുടെ നാടിന്റെ ചരിത്രം പരിശോധിച്ചാൽ എവിടെയൊക്കെയാണോ ഈ മതസമൂഹം ശക്തി പ്രാപിച്ചത് ജനസംഖ്യാപരമായും മറ്റും, ആ ഇടങ്ങളിലെല്ലാം തന്നെ ഈ രീതിയിലുള്ള നിഷ്ഠൂരമായ ആക്രമണങ്ങൾക്ക് അവിടുത്തെ ഹിന്ദു സമൂഹം ഇരയായിട്ടുണ്ട്. എവിടെയൊക്കെ ബുദ്ധിസ്റ്റുകളുണ്ട്, എവിടെയൊക്കെ സിഖുകാരുണ്ട്, നാമമാത്രമായി എവിടെയെങ്കിലും ക്രിസ്ത്യാനികളുണ്ട്, അവരെല്ലാം തന്നെ ഈ പൈശാചികതയ്ക്ക് ഇരയായിട്ടുണ്ട്. നമുക്കറിയാം, ഭാരതത്തിന്റെ ഒരു സഹജമായ സംസ്കൃതി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒന്നാണ്. സ്വാമി വിവേകാനന്ദൻ ആദ്യമായി ഒരു പൊതുസഭയെ അഭിസംബോധന ചെയ്യുന്നത് ചിക്കാഗോയിലെ സർവമത സമ്മേളനത്തിലാണ്. അദ്ദേഹം ആദ്യം തന്നെ താൻ ആരാണ് എന്ന് ലോകത്തെ അറിയിച്ചുകൊണ്ടാണ് തന്റെ പ്രസംഗം ആരംഭിക്കുന്നത്. താൻ ആരാണ് എന്ന് അറിയിക്കുമ്പോൾ തന്റെ രാജ്യത്തെ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്, തന്റെ ജനതയെ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. ആ അവതരിപ്പിക്കുന്നിടത്ത് അദ്ദേഹം പറയുന്ന വാചകം, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ മതത്തിന്റെ പേരിൽ പീഡനമേൽക്കുന്ന, വിശ്വാസത്തിന്റെ പേരിൽ ആക്രമണത്തിനിരയായി, ആ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട, ആ നാട്ടിൽ നിന്ന് പലായനം ചെയ്ത് ഭാരതത്തിലേക്ക് വന്ന ആളുകളെ സഹിഷ്ണുതയോടെ സ്നേഹാദരവുകളോടെ സ്വീകരിച്ച് സംരക്ഷിച്ച നാടാണ് എൻ്റെ നാട് എന്ന് നിങ്ങളോട് പറയുന്നതിന്, എൻ്റെ ഭാരതം എന്ന് പറയുന്നതിന് എനിക്ക് അഭിമാനമുണ്ട് എന്നായിരുന്നു സ്വാമിജി അന്ന് അത് പറയുമ്പോൾ. ഇന്ന് നമ്മൾ ബംഗ്ലാദേശ് എന്ന് പറയുന്ന പ്രദേശം, ഇന്ന് നമ്മൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശം, അതെല്ലാം ഭാരതമായിരുന്നു. അങ്ങനെ ഇന്നത്തെ ബംഗ്ലാദേശും ഇന്നത്തെ പാകിസ്ഥാനും ഉൾപ്പെടുന്ന അന്നത്തെ ഭാരതത്തെ പറ്റിയാണ് സ്വാമിജി സഹിഷ്ണുതയുടെ നാട്, ലോകത്തെ വിശ്വാസത്തിന്റെ പേരിൽ ആട്ടിയോടിക്കപ്പെട്ടവർക്ക് അഭയം നൽകിയ നാട് എന്ന് പറഞ്ഞത്. ആ നാട് മുസ്ലിം മത സമൂഹം ഭൂരിപക്ഷം നേടിയ പ്രദേശങ്ങളിൽ ഇസ്ലാമിക ആക്രമകാരികളുടെ കയ്യൂക്കുകൊണ്ട് നിസ്സഹായരായ ഹിന്ദു സമൂഹം ബലാത്കാരത്തിന് വിധേയമായി മതപരിവർത്തനം ചെയ്യപ്പെട്ട അങ്ങനെ ഭൂരിപക്ഷം നേടിയ ആളുകൾ പ്രദേശങ്ങൾ. ആ പ്രദേശങ്ങൾ വിഭജിച്ചു പോയിട്ടാണ് പാകിസ്ഥാനും പിന്നീട് ബംഗ്ലാദേശും ഉണ്ടായത്. നമുക്കെല്ലാവർക്കും അറിയാം. ആ വിഭജനം അത്ര സുഖകരമായ ഒന്നായിരുന്നില്ല.
ലോകം കണ്ട ഏറ്റവും വലിയ രക്തച്ചൊരിച്ചിലായിരുന്നു ആ വിഭജനത്തിലൂടെ ഉണ്ടായത്. നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് രക്തമൊഴുകാതെ അഹിംസയിലൂടെ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്നുള്ളതാണ്. പക്ഷെ സ്വാതന്ത്ര്യ സമ്പാദനത്തിന്റെ ആദ്യ ദിനങ്ങൾ, അതിന് തൊട്ടു മുമ്പുള്ള ദിനങ്ങൾ, പ്രത്യേകിച്ച് 1946 ഡയറക്റ്റ് ആക്ഷൻ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചത് മുതലുള്ള ദിനങ്ങൾ, ഭാരതത്തിൽ എവിടെയൊക്കെ ഇസ്ലാമിക സമൂഹം ശക്തിയാർജിച്ചോ അവിടെയെല്ലാം നടന്ന നരവേട്ട, അവിടെയെല്ലാം നടന്ന ഹിന്ദു ഉന്മൂലന പ്രക്രിയ, അത് ലോകത്ത് സമാനതകളില്ലാത്തതായിരുന്നു. അത്ര ഭീകരമായ രക്തച്ചൊരിച്ചിലൂടെയാണ് ഭാരതം സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നു കയറിയത് എന്നത് പലരും മറക്കാൻ ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യമാണ്. പലരും മനഃപൂർവ്വം മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന യാഥാർത്ഥ്യവുമാണ്. അന്ന് മുതൽ ഇന്ന് വരെ പാകിസ്ഥാന്റെ ആകട്ടെ ബംഗ്ലാദേശിന്റെ ആകട്ടെ ചരിത്രം പരിശോധിച്ചാൽ ഭാരതത്തിൽ തന്നെ കാശ്മീർ പോലുള്ള പ്രദേശങ്ങൾ, എന്തിനേറെ പശ്ചിമ ബംഗാളിൽ സമീപകാലത്ത് പോലും ഇത്തരം ഹിന്ദു വംശഹത്യ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, കേരളത്തിൽ ഈ കോഴിക്കോടിന്റെ മണ്ണിലാണ് മാറാട് സംഭവിച്ചത്. അതിന്റെ തുടർച്ച മാത്രമാണ് ഇന്ന് ബംഗ്ലാദേശിൽ നടക്കുന്ന ഈ ഹിന്ദു കൂട്ടക്കൊല. ഇത് ഞാൻ പറയാൻ കാരണം, ഈ ഹിന്ദു കൂട്ടക്കൊലകൾക്കെല്ലാം തന്നെ ഒരു സമാനമായ ഒരു പൊതുവായ സ്വഭാവ വിശേഷമുണ്ട് എന്നതുകൊണ്ടാണ്. ഹിന്ദുക്കൾക്കെതിരായി അതിക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന, ഹിന്ദുക്കൾക്കെതിരെ ഈ കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന, ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങൾ അതിക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, തച്ച് തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരൊറ്റ സംഭവ വികാസങ്ങളിലും ഹിന്ദുക്കളോട് വിദ്വേഷം തോന്നേണ്ട ഒരു കാരണം പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ വിനാശകരമായ കലാപത്തിൽ എത്തി നിൽക്കുന്ന സംഭവ വികാസങ്ങളെല്ലാം തുടങ്ങിയത് ഹിന്ദു സമൂഹത്തിന് യാതൊരു ബന്ധവുമില്ലാത്ത ഏതെങ്കിലും നിസ്സാരമായ കാരണങ്ങളാലാണ്. നമുക്കറിയാം, ഇപ്പൊ ബംഗ്ലാദേശിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കലാപം, അവിടെ തന്നെയുള്ള ഒരു കോടതിയുടെ വിധി, ആ വിധിയിൽ നിന്ന് തുടങ്ങിയതാണ്. അത് വളരെ നിർദോഷമായ ഒരു വിധിയായിരുന്നു. അവിടുത്തെ തൊഴിലിടങ്ങളിൽ 30% ബംഗ്ലാ വിമോചന സമരത്തിൽ പങ്കെടുത്തവരുടെ പിന്മുറക്കാർക്ക് നൽകണമെന്നുള്ളതായിരുന്നു അവിടുത്തെ കോടതിയുടെ വിധി. അവിടെ വലിയ പ്രക്ഷോഭവും കലാപവും ഉണ്ടാക്കിയപ്പോൾ കോടതി തന്നെ ആ വിധി തിരുത്തി. അത് ആവശ്യമില്ല എന്ന് പറഞ്ഞു. അവിടെ തീരേണ്ട സമരം മാത്രമേ ഉണ്ടായിരുന്നു. എന്താ സമരം ഉണ്ടെങ്കിൽ തന്നെ അവിടെ തീരേണ്ടതായിരുന്നു. പക്ഷെ അത്തരം ഒരു വിഷയത്തിൽ അവിടുത്തെ ഹിന്ദുക്കൾക്ക് എന്തായിരുന്നു റോൾ? ഹിന്ദുക്കൾക്ക് യാതൊരു പങ്കും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിന്റെ പേരിൽ തുടങ്ങിയ ഒരു പ്രക്ഷോഭം വലിയ കലാപമാക്കി മാറ്റി, അത് ഹിന്ദു സമൂഹത്തിനെതിരെ, അവിടുത്തെ ഹിന്ദു സമൂഹത്തെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാനുള്ള ഒരു പരിശ്രമമാക്കി മാറ്റി. കേരളത്തിൽ മാപ്പിളലകള ബ്രിട്ടീഷുകാർക്കെതിരെ തുടങ്ങിയ സമരമാണ്. അത് വന്ന് അവസാനിച്ചത് എവിടെയാണ്? അതും ഖിലാഫത്തിന്റെ പേരിൽ തുടങ്ങിയ സമരം, ബ്രിട്ടീഷുകാർക്കെതിരെ തുടങ്ങിയ സമരം, അത് മലബാറിലും ഇന്ത്യയിലൊട്ടാകെയും ഹിന്ദു വംശഹത്യയിലാണ് വന്ന് അവസാനിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ 1-2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യം CAA വിരുദ്ധ കലാപത്തിൽ അങ്ങനെ ഉരുകിത്തിളച്ചു നിൽക്കുന്ന സമയമായിരുന്നു. ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവരുന്നു. ആ നിയമം ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലുമൊക്കെ മതപീഡനം നേരിടുന്ന ആളുകൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകും. ഇതാണ് അതിന്റെ താല്പര്യം. അവിടെ മതപീഡനം നടക്കുന്നു എന്ന ഒരു ചരിത്രപരമായ വസ്തുത നിലനിൽക്കുന്നു. അവിടെ നിന്ന് അഭയാർത്ഥികളായി ഭാരതത്തിലേക്ക് ധാരാളം പേര്, പ്രത്യേകിച്ച് ഹിന്ദു, സിഖ്, ബുദ്ധ മതാനുയായികൾ കടന്നു വരുന്നു. അവരിവിടെയും വേരില്ലാത്ത ഒരു സമൂഹമായി കാലങ്ങളായി നിൽക്കുന്നു. അതുകൊണ്ട് അവർക്ക് ഇവിടെ പൗരത്വം നൽകും എന്നുള്ളതായിരുന്നു ഗവൺമെന്റിന്റെ നിലപാട്. അത് ഈ രാജ്യത്തെ ഒരു മുസ്ലിമിനെ പോലും പ്രതികൂലമായി ബാധിക്കുന്നതായിരുന്നില്ല.
ആ നിയമം കൊണ്ടുവരുന്നതിൽ ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിന് യാതൊരു പങ്കും ഉണ്ടായിരുന്നുമില്ല. പക്ഷെ കലാപത്തിന്റെ പേരിൽ രാജ്യത്തൊട്ടാകെ നടന്ന പ്രചരണ പ്രസംഗങ്ങളിൽ ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിനെതിരെയുള്ള കൊലവിളിയാണ് ഉണ്ടായിരുന്നത്. അത് വന്ന് ഡൽഹിയിലെ വലിയ കലാപമായി കലാശിച്ചു. അവിടെയും ആ കലാപത്തിനിരയായത് അവിടുത്തെ ഹിന്ദുക്കളായിരുന്നു. കോഴിക്കോട് മാറാട് 9 പേര് കൊല ചെയ്യപ്പെട്ട, 8 മത്സ്യത്തൊഴിലാളികൾ കൊല ചെയ്യപ്പെട്ട, ഒരാൾ ഭീകരവാദികളുടെ കൂട്ടത്തിൽ ഒരാൾ അബദ്ധത്തിൽ വെട്ടേറ്റ് മരിച്ചതാണ്. ആ സംഭവത്തിൽ അവിടുത്തെ മാറാട്ടെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് എന്ത് റോളായിരുന്നു ഉണ്ടായിരുന്നത്? അത്തരം ഒരു പക, വിദ്വേഷം സ്വന്തം അയൽവാസികളായ ഇസ്ലാമിക സമൂഹത്തിൽ നിന്നുണ്ടാവാൻ എന്ത് തരം പ്രകോപനമായിരുന്നു ഉണ്ടായിരുന്നത്? അങ്ങനെ നോക്കിയാൽ നാളിതുവരെ ഭാരതത്തിൽ ഹിന്ദു സമൂഹത്തിനെതിരെ നടന്നിട്ടുള്ള ഇത്തരം വംശീയമായ അതിക്രമങ്ങൾക്ക് ഒരു തരത്തിലും ഹിന്ദു സമൂഹം കാരണമായിരുന്നില്ല. അങ്ങനെ ഒരു കാരണവുമില്ലാതെ സ്വാമി വിവേകാനന്ദൻ സൂചിപ്പിച്ച, എല്ലാവരെയും ഉൾക്കൊള്ളാൻ ആഗ്രഹിച്ച, എല്ലാ മർദ്ദിതർക്കും എല്ലാ പീഡിതർക്കും സംരക്ഷണം നൽകാൻ ആഗ്രഹിച്ച, ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന മന്ത്രം സാക്ഷാത്കരിക്കാൻ ശ്രമിച്ച ഒരു സമൂഹം വേട്ടയാടപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അതിക്രമം നടക്കുന്നത്? ഇതിനുള്ളിൽ വ്യക്തമായ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഉയർത്തെഴുന്നേൽക്കുന്ന ഭാരതം ഇന്നൊരു യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഭാരതത്തിന്റെ ഉണർവ്, ഭാരതത്തിന്റെ ഉയർച്ച, ഭാരതത്തിന്റെ വൈഭവത്തിലേക്കുള്ള മുന്നേറ്റം അത് വളരെ ആളുകളെ അസ്വസ്ഥരാക്കിയിരിക്കുന്നു. ഇപ്പൊ ചില ആളുകൾ പറയാറുണ്ട്, ഇനിയിപ്പോ ട്രംപ് വന്നാൽ സ്ഥിതിഗതികൾ മാറുമെന്ന്. ട്രംപ് വന്നാൽ എന്തെങ്കിലും സ്ഥിതിഗതികളിൽ മാറ്റം വരുമെന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. കാരണം അമേരിക്കയാണ്. ട്രംപ് ആകട്ടെ, ബൈഡൻ ആകട്ടെ, ആര് വേണാലും വന്നാൽ അമേരിക്കയാണ്. അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കും വരുന്നയാൾ. അപ്പൊ അമേരിക്കയുടെ സാമ്രാജ്യത്വ താല്പര്യങ്ങൾ നിലനിൽക്കുന്നത് ഈ ലോകത്തെ ദുർബല രാജ്യങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടാണ്. അങ്ങനെയുള്ള ദുർബല രാജ്യങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള ഒരു നിലനിൽപ്പ് ഒരു രാഷ്ട്രത്തിന് അസാധ്യമാക്കത്തക്ക രീതിയിൽ അത്തരം ദുർബല രാഷ്ട്രങ്ങളെല്ലാം ഭാരതത്തിന്റെ നേതൃത്വത്തെ അംഗീകരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഒരു ഘടകമാണ്. ബംഗ്ലാദേശിലെ ഭരണകൂടത്തെ അട്ടിമറിക്കുന്നതിൽ അമേരിക്കയുടെ താല്പര്യം വാസ്തവത്തിൽ ഭാരതമാണ്. ബംഗ്ലാദേശിൽ ഒരു മതതീവ്രവാദ ഭരണകൂടത്തെ സ്ഥാപിക്കാൻ ഒരുപക്ഷെ അമേരിക്ക ആഗ്രഹിക്കാൻ സാധ്യതയില്ല. കാരണം അഫ്ഗാനിസ്ഥാനിൽ അത് അവർ ചെയ്ത് കൈപൊള്ളിയതാണ്. അഫ്ഗാനിസ്ഥാനിൽ താലിബാനെ വളർത്തിയത്, താലിബാനെ കൊണ്ടുവന്നത്, താലിബാനെ അധികാരത്തിൽ എത്തിച്ചത് അമേരിക്കയായിരുന്നു. പക്ഷെ താലിബാൻ ആദ്യം ചെയ്തത് റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ തൂക്കിക്കൊന്ന് പോസ്റ്റിൽ കെട്ടി തൂക്കുകയായിരുന്നു. കാരണം അതുവരെ അവിടെ റഷ്യയുടെ പിന്തുണയുള്ള ഭരണാധികാരിയായിരുന്നു നിലനിന്നിരുന്നത്. അവസാനം ആ താലിബാന്റെ നേതൃത്വത്തിലായിരുന്നു അമേരിക്കയുടെ അഭിമാന ഗോപുരങ്ങൾ ഒരു പിടി ചാരമായി തകർന്നടിഞ്ഞത്. ആ താലിബാന്റെ നേതാവിനെ അവർക്ക് കൊല്ലേണ്ടി വന്നു. ആ അനുഭവം അവർക്ക് മുന്നിൽ ഉള്ളത് കൊണ്ട് ഒരു മതഭീകരവാദ പ്രസ്ഥാനത്തെ വീണ്ടും പ്രോത്സാഹിപ്പിച്ച് ഇന്ത്യയുടെ ഒരു അതിർത്തി സംസ്ഥാനത്തിൽ സ്ഥാപിക്കാൻ അവർ ലക്ഷ്യമിടുമെന്ന് നമുക്ക് ഒറ്റയടിക്ക് വിചാരിച്ചുകൂടാ. പക്ഷേ ഇതൊരു താൽക്കാലിക ലക്ഷ്യമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. ഇപ്പൊ ഭാരതത്തെ ദുർബലപ്പെടുത്താൻ നിർത്താൻ പറ്റുന്നത് മതഭീകരവാദികൾക്കാണ് എന്നുള്ളത് കൊണ്ട് താൽക്കാലികമായി അവരെ ആയുധങ്ങൾ അണിയിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ, ഇനി ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാളിതുവരെ മതഭീകരവാദത്തിനെതിരെ അമേരിക്ക ഒട്ടേറെ പ്രസ്താവനകൾ ഇറക്കുകയുണ്ടായിട്ടുണ്ട്. മാറാടക്കമുള്ള ഭീകരവാദികൾ ഉപയോഗിച്ച ആയുധങ്ങൾ അമേരിക്കൻ ആയുധ കമ്പനിയിൽ ഉണ്ടാക്കിയതാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം അത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. ഒരു വശത്ത്
വിനാശകരങ്ങളായ ആയുധങ്ങളെ കൊണ്ട് ലോകത്തെ ഭീകരവാദികളെ ആയുധസജ്ജരാക്കുകയും മറുവശത്ത് അതേ ഭീകരവാദത്തിനെതിരായി എന്നാൽ സ്വന്തം താല്പര്യത്തിന് അനുകൂലമായിട്ട് മാത്രം അവരെ എതിർക്കുകയും അനുകൂലിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാമ്രാജ്യത്വ നയമാണ് അമേരിക്കയുടേത് എന്നതുകൊണ്ട് അമേരിക്കയെ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു സാമ്രാജ്യമാണ്. നേരിട്ട് ഭാരതത്തോട് മുട്ടാനുള്ള അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ഭാരതത്തെ ദുർബലപ്പെടുത്താനുള്ള സാഹചര്യം മുമ്പുണ്ടായിരുന്നത് പോലെ ഇന്ന് അമേരിക്കയ്ക്കില്ല. അതുകൊണ്ട് ട്രംപ് ആണെങ്കിലും ബൈഡൻ ആണെങ്കിലും ഇന്നത്തെ ബംഗ്ലാദേശിലെ അധികാര കൈമാറ്റത്തിന് പിന്നിൽ ഒന്നാമത്തെ ആള് അമേരിക്കയാണെന്നുള്ളത് നമ്മൾ മറക്കരുത്. ഇന്നലെ ഇന്നത്തെ പത്രങ്ങളിലെല്ലാം വന്ന ഒരു സുപ്രധാനമായ വാർത്തയുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാര് ചൈനയിൽ ഭരണാധികാരികളുമായി സഖ്യം സ്ഥാപിച്ചതിന്റെ വാർത്തയാണത്. ചൈനീസ് ഭരണാധികാരികളുടെ ആഹാരം, അവരുടെ ഡിന്നറിൽ പങ്കെടുക്കുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ. അതൊരു സ്വാഭാവികമായ സഖ്യമാണ്. അമേരിക്കയും ഇവരും തമ്മിലുള്ളത് ഒരു സ്വാഭാവികമായ സഖ്യമാണെന്ന് നമ്മൾ കരുതണ്ട, ഒരു താൽക്കാലിക സഖ്യമാണ്. ചൈന ഭാരതത്തിന് ചുറ്റുമുള്ള പാകിസ്ഥാൻ ആയാലും ബംഗ്ലാദേശ് ആയാലും അഫ്ഗാനിസ്ഥാൻ ആയാലും അങ്ങനെയുള്ള രാജ്യങ്ങളിലെ മതഭീകരവാദ പ്രസ്ഥാനങ്ങളുമായി ചേർന്നിട്ടാണ് ഭാരതത്തെ അസ്വസ്ഥപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അത് പുതിയ കാര്യമല്ല. സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിലെ വിപ്ലവ നക്ഷത്രം എന്നറിയപ്പെട്ടിരുന്ന ശ്രീ ബിപിൻ ചന്ദ്ര പാൽ, അദ്ദേഹം ചൈനയെ സംബന്ധിച്ച് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ചൈനീസ് സാഹചര്യങ്ങളെ പറ്റി വലിയ പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ആ ലേഖനങ്ങളിൽ അദ്ദേഹം വളരെ വ്യക്തമായി നമ്മളോട് പറയുന്ന ഒരു കാര്യം, എല്ലാ കാലത്തും ഭാരതത്തിന് ഭീഷണി ഈ ചൈനയും ഇസ്ലാമിക ഭീകര സംഘങ്ങളും തമ്മിലുള്ള കൂട്ടുകെട്ടായിരിക്കും എന്നാണ്. അമേരിക്കയുടെ ഇടപെടലിലൂടെ ബംഗ്ലാദേശിൽ ചൈനയ്ക്ക് ആ വഴി തുറന്നു കിട്ടി എന്നുള്ളതാണ് ഉണ്ടായിരിക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യം. അമേരിക്കയല്ല ബംഗ്ലാദേശിനെ നിയന്ത്രിക്കാൻ പോകുന്നത്, ചൈനയായിരിക്കും എന്ന് മാത്രമല്ല, ചൈനയുടെ പിന്തുണയോടുകൂടി പാകിസ്ഥാൻ ആയിരിക്കും, പഴയ കിഴക്കൻ പാകിസ്ഥാൻ പുനരുജ്ജീവിക്കപ്പെടുകയായിരിക്കും ബംഗ്ലാദേശിൽ ഉണ്ടാവുക. ഇതായിരിക്കും ഈ രാഷ്ട്രീയ സംഭവവികാസങ്ങളുടെ ഒരു ചുരുക്കം. അങ്ങനെ ഭാരതത്തിന്റെ അതിർത്തി സംസ്ഥാനങ്ങളെല്ലാം ഇസ്ലാമിക മതമൗലികവാദികളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നുകൊണ്ട് അവരെ ഉപയോഗിച്ച് ഭാരതത്തെ സമ്മർദ്ദത്തിലാഴ്ത്താനുള്ള പരിശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ബംഗ്ലാദേശിൽ ഹിന്ദു സമൂഹത്തിന് നേരെ ആസൂത്രിതമായ കലാപങ്ങൾ നടക്കുന്നത്. രണ്ട് ഘടകങ്ങളാണുള്ളത്. ഒന്ന്, ഇസ്ലാമിക മത തീവ്രവാദം എല്ലാ ഇസ്ലാം മതവിശ്വാസികളല്ലാത്തവരെയും സ്വന്തം നാട്ടിൽ നിന്ന് ഉന്മൂലനം ചെയ്യുക എന്ന അവരുടെ പൈതൃകമായ സഹജമായ മതവിദ്വേഷം. മറ്റൊന്ന്, ചൈന പോലെയുള്ള സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ രാഷ്ട്രീയം. ഇത് രണ്ടും കൂടി ചേർന്നുള്ള ഒരു പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. ഇത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടകരമാണ്. അതുകൊണ്ട് ഹിന്ദു സമൂഹം, ഭാരതത്തിലെ ഹിന്ദു സമൂഹം ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തോടൊപ്പം അണിചേരുന്നതോടൊപ്പം തന്നെ സ്വന്തം ജീവിതത്തിന്റെ നിലനിൽപ്പിനെ സംബന്ധിച്ച്, സ്വന്തം ഭാവിയെ സംബന്ധിച്ച് അത്യന്തം ജാഗരൂകരായിരിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. സദാ സന്നദ്ധരായിരിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഭാരതത്തിലെ ഹിന്ദു സമൂഹത്തിന്റെ ഈ സദാ സന്നദ്ധതയാണ് ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തിന്റെ അതിജീവനത്തിന്റെ ഉറപ്പ്. അങ്ങനെയൊന്നും ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തെ അവർക്ക് തുടച്ചു നിൽക്കാൻ സാധ്യമല്ല, അവർ വിചാരിക്കുന്നത് പോലെ. ശരിയാണ്, ബംഗ്ലാദേശ് കിഴക്കൻ പാകിസ്ഥാനായി രൂപപ്പെട്ടപ്പോ അല്ലെങ്കിൽ ഇന്ത്യ വിഭജന കാലത്ത് അവിടെ 30% ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു.
ഇപ്പോഴവിടെയുള്ളത് 8%. വലിയൊരു ശതമാനം ആൾക്കാർ അവിടെയുള്ള മതപീഡനം കൊണ്ട് അവിടെ നിന്ന് പലായനം ചെയ്ത് ഭാരതത്തിലേക്ക് വന്നു. വേറെ വലിയൊരു ശതമാനം ആൾക്കാർ അവിടുത്തെ ഭീഷണമായ ആക്രമണങ്ങളിൽ ഭയന്ന് മതപരിവർത്തനം ചെയ്ത് ഇസ്ലാമായി. വളരെ വലിയൊരു വിഭാഗം ആൾക്കാരെ അവർ കൊന്നൊടുക്കി കളഞ്ഞു. പിന്നെ അവശേഷിക്കുന്ന 8% ഹിന്ദുക്കളാണ് ഇന്ന് ബംഗ്ലാദേശിലുള്ളത്. 1%, 1.5% പാകിസ്ഥാനിൽ അവശേഷിക്കുന്നുണ്ട്. ഇതാണ് ഈ പ്രദേശങ്ങളിലെ ഹിന്ദു ജനസംഖ്യയുടെ തോത്. അവരെ കൂടി അവിടെ നിന്ന് ഉന്മൂലനം ചെയ്തൊരു സമ്പൂർണ്ണ ഇസ്ലാമിക രാഷ്ട്രമാക്കാമെന്നാണ് ജമാഅത്തെ ഇസ്ലാമി. അവരുടെ സ്വപ്നം അത് മാത്രമാണ്. ചൈനയെങ്കിൽ ചൈന, അമേരിക്ക എങ്കിൽ അമേരിക്ക, ആരെയെങ്കിലും കൂട്ടുപിടിച്ചൊരു സമ്പൂർണ്ണ ഇസ്ലാമിക രാജ്യം. അവര് ഭാരതത്തിലും പ്രവർത്തിക്കുന്ന അതിനു വേണ്ടിയാണ്, ലോകത്തെവിടെയും പ്രവർത്തിക്കുന്ന അതിനു വേണ്ടിയാണ്. ഇപ്പൊ ബംഗ്ലാദേശിൽ അവര് അതിനുവേണ്ടിയാണ് വളരെ മുന്നിട്ട് നിൽക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഇസ്ലാമിന് അനുകൂലമായി, ഇസ്ലാമിക തത്വചിന്തയ്ക്കും ഇസ്ലാമിക മത നേതൃത്വത്തിനും അനുകൂലമായി സാംസ്കാരിക രംഗത്തും ബൗദ്ധിക രംഗത്തും മാധ്യമ രംഗത്തും ഒക്കെ നിലനിൽക്കുന്ന വ്യക്തികളും സ്ഥാപനങ്ങളും വളരെയധികം പ്രചാരവേല നടത്തുന്നുണ്ട്. ഇസ്ലാമിനെതിരായി സംസാരിച്ചാൽ അത് മതേതരത്വത്തിനെതിരാണ്. എന്നാൽ മതേതരത്വം എന്നാൽ ഇസ്ലാമാണെന്ന് പറയുന്ന ഒരു സമീകരണം നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട്. എന്നിന് പാവം, ഞാൻ വെറുതെ പാവം എന്ന് പറഞ്ഞാണ്, നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറത്തെ പറ്റി എന്തോ പറഞ്ഞപ്പോ മലപ്പുറത്തെ പറ്റി പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? മലപ്പുറം മുസ്ലിങ്ങളുടെ രാജ്യമാണെന്നുള്ള നിലയിലാണ്. മലപ്പുറം മുഴുവൻ മുസ്ലിങ്ങളാണ്. അവിടുത്തെ ഹിന്ദുക്കളെ ആരും പരിഗണിക്കുന്നില്ല, അവിടെയുള്ള ക്രിസ്ത്യാനികളെ ആരും പരിഗണിക്കുന്നില്ല. മലപ്പുറത്ത് കുറ്റകൃത്യങ്ങൾ കൂടുന്നു എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങളെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. ഇങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എവിടെയെങ്കിലും ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുമ്പോൾ, ഹിന്ദുക്കളുടെ വംശനാശം നടക്കുമ്പോൾ അതിന്റെ ഒരു വശത്ത് മുസ്ലിം ആണെങ്കിൽ ഈ പറയുന്ന ആരും തന്നെ ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിന് ആശ്വാസം നൽകാനോ രക്ഷ നൽകാനോ കടന്നു വരികയില്ല. മാറാട് നമ്മുടെ മുന്നിൽ, കോഴിക്കോടായതുകൊണ്ട് എല്ലാവർക്കും സുപരിചിതമാണ് ഈ മാറാട്. ഒരുപക്ഷെ ഇപ്പോഴത്തെ തലമുറ ഏറ്റവും പുതിയ തലമുറയ്ക്ക് മാത്രമേ ചിലപ്പോൾ ചില കാര്യങ്ങൾ അറിയാൻ വയ്യാതെ ഉണ്ടാവുകയുള്ളൂ. മാറാട് സംഭവം മാപ്പിള ലഹള കഴിഞ്ഞതിന് ശേഷം കേരളം കണ്ട ഏറ്റവും ഭീകരമായ നിഷ്ഠൂരമായ ഹിന്ദു കൂട്ടക്കൊലയായിരുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞ ഏത് രാഷ്ട്രീയ നേതാവ് ഇവിടുത്തെ കോൺഗ്രസ് BJP കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വങ്ങൾ ഉണ്ടായി? അങ്ങനെ അവതരിപ്പിച്ച ഏത് മാധ്യമം നമ്മുടെ കേരളത്തിലുണ്ടായി? മാപ്പിള ലഹള കഴിഞ്ഞ് കേരളം കണ്ട ഏറ്റവും നിഷ്ഠൂരമായ ഒരു ഹിന്ദു കൂട്ടക്കൊല അത് തീരദേശത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ നടന്നപ്പോൾ അതിനെ അപലപിക്കുവാൻ, കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന് പറയുവാൻ, അതിനിരയായ മാറാട്ടെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് ആശ്വാസം നൽകുവാൻ നമ്മുടെ നാട്ടിലെ അന്നത്തെ ഭരണകക്ഷിയും പ്രതിപക്ഷവും തയ്യാറായില്ല. ആദ്യത്തെ ഒരു 10 ദിവസത്തോളം 15 ദിവസത്തോളം, മെയ് 2-ാം തീയതി ഈ സംഭവം നടക്കുന്നു. മെയ് 15-ാം തീയതി വരെ നിശബ്ദമായിരുന്നു, നിശ്ചലമായിരുന്നു. നിങ്ങൾ പറയണം, മെയ് 2-ാം തീയതിക്ക് ശേഷം മെയ് 3-ാം തീയതി തൊട്ടുള്ള പത്രങ്ങൾ മറിച്ച് നോക്കിയാൽ മാറാട് ഉണ്ടായ കൊലപാതകത്തിന്റെ വാർത്തകളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷെ ഒരു വാർത്ത പോലും ആ കൊലപാതകത്തെ അപലപിച്ചതായിട്ടോ ഒരു പ്രസ്താവന പോലും ഈ പറഞ്ഞ ആൾക്കാരുടെ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. പക്ഷെ മെയ് 15-ാം തീയതി ജമാഅത്തെ ഇസ്ലാമിയുടെ ആതിഥ്യം സ്വീകരിച്ച ഒരു സാംസ്കാരിക നായകൻ കോഴിക്കോട് വരികയുണ്ടായി. അദ്ദേഹം വളരെയേറെ ആദരണീയനായ ഒരു വ്യക്തിയാണ്.
ആ സാംസ്കാരിക നായകൻ അന്ന് വൈകുന്നേരം ഒരു മീറ്റ് ദി പ്രസ് പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരായിരുന്നു. ഒരു കാര്യം പറയാതിരിക്കാൻ സാധ്യമല്ല, മാറാട് സംഭവം നടന്ന ശേഷം ഇവിടെ നടന്ന പ്രക്ഷോഭത്തിന്റെ കാലഘട്ടത്തിൽ കോഴിക്കോട്ടെ മാധ്യമപ്രവർത്തകർ സത്യസന്ധവും നിഷ്പക്ഷവും സ്തുത്യർഹവുമായ പ്രവർത്തനമാണ് ചെയ്തത് എന്നതെനിക്ക് ഓർക്കാതിരിക്കാൻ സാധ്യമല്ല. അന്നത്തെ മീറ്റ് ദി പ്രസ് പരിപാടിയിൽ ഈ സാംസ്കാരിക നായകൻ മാറാട്ടെ മത്സ്യത്തൊഴിലാളികളുടെ ദുരിതത്തിനെ പറ്റി ഒരക്ഷരവും സംസാരിച്ചില്ലെന്ന് മാത്രമല്ല, മാറാട്ടെ വംശീയ ഉന്മൂലനത്തിന് നേതൃത്വം കൊടുത്ത കൊലയാളികളെ, കൊലയാളികളുടെ കുടുംബങ്ങളെ, അവരെ സംരക്ഷിച്ചവരെ, അവരെ മാറാട്ട് പ്രവേശിപ്പിക്കാത്തത് മനുഷ്യത്വരഹിതമാണ് എന്ന് പറഞ്ഞു. അന്ന് അവിടെ കൂടിയ പത്രപ്രവർത്തകർ അതിനെ ചോദ്യം ചെയ്യുകയും ആ മീറ്റ് ദി പ്രസ് പരിപാടി അലങ്കോലമായി പോവുകയും ചെയ്തു. മെയ് 15 വരെ ഈ ഇസ്ലാമിക ഭീകരവാദികളെ, ഇസ്ലാമിക കൊലയാളികളെ ന്യായീകരിക്കാൻ ഒന്നും കിട്ടാതിരുന്ന ആളുകൾക്ക് മെയ് 15 മുതൽ ഒരായുധം കിട്ടി: മാറാട് പുനരധിവാസം. നിങ്ങൾ നോക്കിക്കോ, ആ പത്രങ്ങൾ എടുത്ത് നോക്കിയാൽ മെയ് 15-ാം തീയതിക്ക് ശേഷം അതുവരെ നിദ്രയിലാണ്ടിരുന്ന നമ്മുടെ സാംസ്കാരിക നായകന്മാർ, നമ്മുടെ മതേതര രാഷ്ട്രീയ നേതാക്കന്മാർ സടകുടഞ്ഞുണർന്നു. ആ പാർട്ടികളുടെ നേതൃത്വത്തിൽ മാറാടേക്ക് മാർച്ച് വരുന്നു, അഭയാർത്ഥികളുടെ മാർച്ച്, ലേഖനങ്ങൾ വരുന്നു, പുതിയ പുതിയ നരേറ്റീവ്സുകൾ വരുന്നു. മാറാട്ടെ ഹിന്ദുക്കൾ ആസൂത്രിതമായി അവിടെ നിന്ന് മുസ്ലിങ്ങളെ ആട്ടിയോടിച്ചു എന്നുള്ളതായിരുന്നു ആഖ്യാനം. വാസ്തവത്തിൽ മാറാട്ടെ മത്സ്യത്തൊഴിലാളികൾ ഒരു കല്ല് പോലും എടുത്ത് ഒരു മുസ്ലിമിനെ പോലും എറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കൊലയാളികൾക്ക് സൗകര്യം ഒരുക്കാൻ വേണ്ടി തലേന്ന് തന്നെ അവിടുന്ന് ഒഴിഞ്ഞു പോയവരാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അവർ പ്രതീക്ഷിച്ച പ്രതികരണമല്ല അവിടെ ഉണ്ടായത്. അതുകൊണ്ട് അവർക്ക് തിരിച്ചു വരാൻ പറ്റാതായി. അതാണ് സംഭവിച്ചത്. പക്ഷെ മെയ് 15-ന് ശേഷം നമ്മുടെ മാധ്യമങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, രാഷ്ട്രീയ നേതാക്കന്മാർ ഒന്നിച്ച് ഒറ്റക്കെട്ടായി കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇതേ മുതലക്കളം മൈതാനിയിലെ ആ സ്റ്റേജിൽ ആദ്യമായിട്ട് KPCC പ്രസിഡന്റും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഒന്നിച്ച് ഒരു വേദിയിൽ ആദ്യം അണിനിരക്കുന്ന അവിടെ. ഇപ്പൊ പിന്നെ ഇന്ത്യ സഖ്യം എന്നൊക്കെ പറഞ്ഞ് കേരളത്തിന് പുറത്തോടെങ്കിലൊക്കെ ഉണ്ടാവുമായിരിക്കും. അന്ന് അങ്ങനെ ഇല്ലല്ലോ. ഈ കേരളത്തിൽ ആദ്യമായി KPCC പ്രസിഡന്റ് K മുരളീധരനും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ പിണറായി വിജയനും ഒന്നിച്ച് ഒരു വേദിയിൽ അണിനിരന്നത് മാറാട്ടെ ഹിന്ദുക്കൾക്ക് സംരക്ഷണം നൽകണം എന്ന് പറയാനായിരുന്നില്ല, മറിച്ച് മാറാട്ടെ എന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട എന്നാണ് അവർ ഉപയോഗിച്ച വാക്ക്, മുസ്ലിങ്ങളെ പുനരധിവസിപ്പിക്കണമെന്ന് ആവശ്യപ്പെടാനാണ്. ഞാനിത് പറയാൻ കാരണം, നമ്മുടെ രാജ്യത്തൊട്ടാകെ പ്രതിപക്ഷം എന്തുകൊണ്ട് ബംഗ്ലാദേശിലെ വംശഹത്യ അപലപിക്കുന്നില്ല എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതൊരിക്കലും ഉയരാൻ പോകുന്നില്ല. കാരണം അതൊരു വലിയ നെറ്റ്വർക്കാണ്. നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ്, ഭാരതത്തിന്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രി, അതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ടു അവിടുത്തെ ഹിന്ദു വംശഹത്യ ഇല്ലാതാക്കണം, നേരിടണം, ഹിന്ദുക്കൾ സംരക്ഷിക്കണമെന്ന്. ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ ഭരണാധികാരി മുഹമ്മദ് യൂനിസ് അതിന് നൽകിയ മറുപടി ഇന്ത്യയിൽ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന തരത്തിലുള്ളതായിരുന്നു. മുഹമ്മദ് യൂനിസ് അത്തരമൊരു മറുപടി നൽകിയതിന്റെ പിറ്റേ ദിവസമോ അതിനടുത്ത ദിവസമോ ഒരു സമയത്ത് ഭാരതത്തിന്റെ ബ്യൂറോക്രസിയുടെ തലപ്പത്തിരുന്ന 17 നേതാക്കന്മാർ, ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ, ഇന്ത്യയുടെ ഭരണഘടനയുടെ എല്ലാ സുഖസൗകര്യങ്ങളും ആസ്വദിച്ചവർ, ആ 17 പേരിൽ മുൻ കരസേന ഉപമേധാവിയുണ്ട്, മുൻ ആസൂത്രണ കമ്മീഷൻ സെക്രട്ടറി ഉണ്ട്, തെരഞ്ഞെടുപ്പിന്റെ മുൻ മുഖ്യ കമ്മീഷണറുണ്ട്. അങ്ങനെയുള്ള 17 പേർ അവരുടെ ഇന്നത്തെ ലാവണങ്ങൾ
ഭാരതത്തിനുള്ളിൽ വർഗീയ വിഘടനവാദ പ്രവണതകൾ വളർത്തി രാജ്യത്തെ അസ്ഥിരമാക്കാൻ വിദേശത്ത് നിന്നുകൊണ്ട് പണം പറ്റി പ്രവർത്തിക്കുന്ന NGO-കളുടെ ശമ്പളക്കാരെന്നുള്ളതാണ്. അങ്ങനെയുള്ള 17 പേർ ഇന്ത്യ ഗവൺമെന്റിന് ഒരു തുറന്ന കത്ത് എഴുതുകയുണ്ടായി. അത് മുഹമ്മദ് യൂനിസ് ഇന്ത്യ ഗവൺമെന്റിന് കൊടുത്ത മറുപടിയിലെ അതേ വാചകങ്ങൾ ഈ 17 പേരുടെ ഇന്ത്യ ഗവൺമെന്റിനുള്ള കത്തിൽ 2014 മുതൽ ഭാരതത്തിൽ ന്യൂനപക്ഷങ്ങൾ ആശങ്കയിലാണ്. ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ സുരക്ഷിതമായ സാഹചര്യമില്ല. ബീഫിന്റെ പേരിൽ കൊല നടക്കുന്നു, പള്ളികൾ അവകാശപ്പെടുന്നു. ഇങ്ങനെയുള്ള വാചകങ്ങൾ എന്താണോ മുഹമ്മദ് യൂനിസ് എഴുതിയത് അത് വേറൊരു ഭാഷയിൽ 17 പേരെഴുതി ഇന്ത്യക്കുള്ളിൽ നിന്ന് ഇന്ത്യ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നു. 2 ദിവസം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 3-ാം തീയതി, നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രമുഖ ദിനപത്രം മലയാള മനോരമ ഒരു മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട്. സാധാരണ മുഖപ്രസംഗങ്ങൾ ആരും വായിക്കാത്തതുകൊണ്ട് ചില നിങ്ങൾ ബഹുഭൂരിപക്ഷം അത് കണ്ടിട്ടുണ്ടാവും. ആ മുഖപ്രസംഗം, ആ കത്ത് എഴുതിയത് 17 പേരല്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ഭാരതം മുഴുവൻ കത്തെഴുതിയെന്നാണ്. എന്നിട്ട് ആ കത്തിലെ കണ്ടന്റ് അതുപോലെ പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? ഭാരതത്തിൽ ന്യൂനപക്ഷങ്ങൾ ആശങ്കയിലാണ് എന്നുള്ള കത്ത് മലയാള മനോരമ പോലെയുള്ള ഒരു പത്രം മുഖപ്രസംഗമായി എടുത്തെഴുതിയിരിക്കുന്നു. ഞാൻ പറയുന്നത്, അമേരിക്ക സ്ഥാപിച്ച മുഹമ്മദ് യൂനിസ് മുതൽ മലയാള മനോരമ വരെ നിൽക്കുന്ന ഒരു ലിങ്ക്, ഒരു നെറ്റ്വർക്ക് നമ്മളെ വലയം ചെയ്തു നിൽക്കുന്നു. നമ്മളൊട്ടും സുരക്ഷിതരല്ല എന്നുള്ളതാണ്. വളരെയധികം ജാഗ്രതയോടുകൂടി നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട് ഈ സ്ഥിതിവിശേഷത്തെ. ഇന്ന് ബംഗ്ലാദേശ് വളരെ ശ്രദ്ധാവിഷയമായിരിക്കുകയാണ്, ശ്രദ്ധാകേന്ദ്രമായിരിക്കുകയാണ്. എന്തുകൊണ്ട്? ബംഗ്ലാദേശിൽ ഇതിനു മുമ്പ് ഇതിനേക്കാൾ ഭീകരമായ കൊലപാതകങ്ങൾ നടന്നിട്ടില്ലേ? നമ്മുടെ കാശ്മീരിൽ നടന്നിട്ടില്ലേ? കാശ്മീരി പണ്ഡിറ്റുകൾ പലായനം ചെയ്തില്ലേ? അന്നൊന്നും ഇത്ര വലിയ ഒരു ശ്രദ്ധ, ഇത്ര വലിയൊരു ഉണർവ്, ആവേശം ഭാരതത്തിലെന്നല്ല ലോകത്തെവിടെ ഉണ്ടായിട്ടില്ല. ഇന്ന് ലോകം മുഴുവൻ ബംഗ്ലാദേശിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അതിനൊരു കാരണം, ഒരേ ഒരു കാരണം, ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അവസാന ശ്വാസം വരെയും സ്വന്തം മണ്ണിൽ പിടിച്ചു നിൽക്കുമെന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ട് പോരാട്ടത്തിനിറങ്ങി എന്നുള്ളതാണ്. എല്ലാം കളഞ്ഞ് പലായനം ചെയ്യുന്നവരെ ആർക്കും രക്ഷിക്കാൻ സാധ്യമല്ല. പക്ഷേ സ്വന്തം മണ്ണിൽ പോരാടി വീഴുമെന്ന് ഉറപ്പിക്കുന്നവരെ നമ്മുടെ പിന്തുണ കൊണ്ട് വിജയത്തിലേക്ക് നയിക്കാൻ സാധ്യമാകും. ആ പോരാട്ടത്തിന്റെ പിന്നിൽ നേതൃത്വം കൊടുക്കുന്നത് ആധ്യാത്മിക ആചാര്യന്മാരാണ്, സന്യാസിമാരാണ്. അതുകൊണ്ടാണ് സന്യാസിമാരെ അറസ്റ്റ് ചെയ്ത് ജയിലിടുന്നത്. അവർ എല്ലാ കാലത്തും ഭാരതത്തിന്റെ ചരിത്രത്തിൽ വിജയിയായ പോരാട്ടങ്ങൾക്ക് പിന്നിൽ സന്യാസിമാരുണ്ടായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പ്രചോദിപ്പിച്ചത് സ്വാമി വിവേകാനന്ദനായിരുന്നു. മുഗളന്മാർക്കെതിരെയുള്ള പോരാട്ടത്തെ, മുസ്ലിം അധിനിവാസത്തിനെതിരെയുള്ള പോരാട്ടത്തെ സമർത്ഥ രാമദാസും വിദ്യാരണ്യ സ്വാമികളുമെല്ലാം പോരാട്ടത്തിനിറങ്ങിയവർക്ക് ആത്മബലം നൽകി അവരെ അതിന് പ്രേരിപ്പിച്ചിരുന്നു. നമുക്കറിയാം, രാമായണത്തിൽ രാവണൻ എല്ലാ തരത്തിലും ശക്തനായിരുന്നു. യുദ്ധത്തിന്റെ സംഖ്യാശാസ്ത്രം എടുത്തു നോക്കിയാൽ ഒരു കാരണവശാലും രാവണനെ തോൽപ്പിക്കാൻ സാധ്യമായിരുന്നില്ല. അത് ഏറ്റവും വലിയ സുശിക്ഷിതരായ, ലോകത്തെ ഏറ്റവും വലിയ സമർത്ഥരായ സൈന്യം, ഏറ്റവും വിനാശകരങ്ങളായ ആയുധങ്ങൾ, എന്തിനേറെ വലിയ തപശക്തി, ഇതെല്ലാം രാവണന് കൂട്ടായി ഉണ്ടായിരുന്നു. ഇപ്പുറത്ത് രാമന്റെ കൂടെ വാനരന്മാരായിരുന്നു. അവരുടെ ആയുധങ്ങൾ കല്ലും മലയും മരങ്ങളുമായിരുന്നു. അപ്പോൾ രണ്ട് സൈന്യങ്ങളും തമ്മിൽ യുദ്ധം ചെയ്താൽ കണ്ണടച്ചാർക്കും പറയാൻ സാധിക്കും രാമൻ തോറ്റുപോകും എന്ന്. പക്ഷെ രാമൻ വിജയിച്ചു, രാവണൻ തോറ്റു. അതിന് കാരണം, ആ യുദ്ധത്തിന് തൊട്ടുമുമ്പ് 12-13 വർഷം കാട്ടിൽ കഴിഞ്ഞപ്പോൾ കാട്ടിൽ രാമൻ സന്ദർശിച്ച ഋഷിവര്യന്മാർ അവരുടെ തപസ്സിന്റെ ശക്തി രാമന് പകർന്നു കൊടുത്തു. എന്തിനേറെ, അനേകം ദിവ്യ ആയുധങ്ങൾ മന്ത്രശക്തിയാൽ രാമനെ ശക്തനാക്കി.
രാമരാവണ യുദ്ധത്തിൽ തളർച്ച തോന്നി എന്ന് തോന്നിയപ്പോൾ അഗസ്ത്യമുനി രാമന്റെ തേർത്തട്ടിൽ പ്രത്യക്ഷപ്പെട്ട് ആദിത്യഹൃദയം ചൊല്ലി രാമനെ ഉത്തേജിപ്പിച്ചു. അതുകൊണ്ട് ഋഷിമുനിമാരുടെ തപസ്സിന്റെ ശക്തിയിൽ അനുഗ്രഹത്തിൽ ആരംഭിക്കുന്ന മുന്നേറ്റം പരാജയപ്പെടുകയില്ല. അതുകൊണ്ട് ബംഗ്ലാദേശിലെ ഇന്നത്തെ ഹൈന്ദവ മുന്നേറ്റം, ഞാൻ ഹൈന്ദവ വേട്ട എന്നുള്ളത് അങ്ങനെ മാറ്റാൻ ആഗ്രഹിക്കുന്നു. അതൊരു ഹൈന്ദവ മുന്നേറ്റമാണ്. ഭാരതഭൂമിയിൽ നിന്ന് വിഘടിച്ചു പോയ ബംഗ്ലാദേശ് വീണ്ടും ഭാരതത്തോട് ഒന്നിച്ചു ചേരുന്നതിന് കാരണമായി തീരും. കാരണം അതിന്റെ പിന്നിൽ ഋഷി സംസ്കാരത്തിന്റെ ചൈതന്യം വഹിച്ച ഋഷിമാരാണ്. അവരെ തടയാൻ ലോകത്തെ ഒരു ആസുരിക ശക്തിക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഭാരതീയരായ നാം ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തിന്റെ പിന്നിൽ കൈമൈ മറന്ന് അണിനിരക്കണം. അവർക്ക് വേണ്ട എല്ലാ ധാർമ്മിക സഹായങ്ങളും നമ്മൾ നൽകണം. മറ്റു രീതിയിൽ ഇടപെടേണ്ട സന്ദർഭം വന്നാൽ അങ്ങനെ വേണ്ടി വരും. പക്ഷേ നമ്മൾ സജ്ജരായിരിക്കണം. ബംഗ്ലാദേശിന് വേണ്ടി മാത്രമല്ല, നമുക്ക് വേണ്ടി നമ്മൾ സജ്ജരായിരിക്കണം. ഈ മണ്ണ് നമുക്ക് ആർക്കും വിട്ടുകൊടുക്കാൻ സാധ്യമല്ല. ഈ മണ്ണിൽ ആർഷഭാരതത്തിന്റെ ചൈതന്യം വിളഞ്ഞു നിൽക്കണം. 2047 ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ 100ാം പൊൻപുലരി വിളരുമ്പോൾ ഈ അഖണ്ഡ ഭാരതം സാക്ഷാത്കരിക്കപ്പെടുന്ന രീതിയിൽ ഒരു വലിയ ജനമുന്നേറ്റമായി ബംഗ്ലാദേശിൽ നിന്ന് ആരംഭിച്ച ഈ മുന്നേറ്റം മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.